നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2024 മെയ് മാസത്തെ മൂലനക്ഷത്രക്കാരുടെ നക്ഷത്രഫലം ഒന്ന് പരിശോധിച്ച് നോക്കാം. അപ്പോൾ മൂലനക്ഷത്രം എന്ന് പറയുമ്പോൾ മൂലവും പൂരാട ഉത്തരവാദിത്തക്കാരൻ ധനുക്കൂറാണ്. ധനുക്കൂറുകാർക്ക് ചാരവശാൽ 5ാം ഭാവത്തിൽ നിന്നിരുന്ന വ്യാഴം ഈ മാസം 1-ാം തീയതി തന്നെ 6ാം ഭാവത്തിലേക്ക്, അതായത് ഇടവൻ രാശിയിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇടവൻ രാശിയിലേക്ക് വ്യാഴം വരുമ്പോൾ 6ലേക്ക് വ്യാഴം വരും. 6ാം വ്യാഴം എന്ന് പറയുമ്പോൾ ഷഷ്ടേ മഹാബലി ബന്ധനം എന്ന് പറയുന്ന യോഗമാണ്. അതായത് മഹാബലി നല്ല ഉദ്ദേശത്തോടുകൂടി ചെയ്ത കാര്യങ്ങൾക്ക് വരെ ദോഷം അനുഭവിക്കേണ്ടി വന്നത്. പിന്നീട് അങ്ങോട്ട് കീർത്തിയും ഗുണവും ഒക്കെ ഉണ്ടായെങ്കിൽ പോലും താൽക്കാലികമായിട്ട് തടസ്സം വന്നു എന്ന് പറയുന്നൊരവസ്ഥയാണ്. എന്ന് പറഞ്ഞ രീതിയിലുള്ളൊരവസ്ഥ കാര്യങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതയാണ് മൂലനക്ഷത്രക്കാർക്കുള്ളത്. എങ്കിൽ പോലും പൊതുവെ സാമ്പത്തികമായിരിക്കുന്ന കാര്യത്തിൽ വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമുണ്ട്. കാരണം 5ാം ഭാവത്തിലാണ് കർമാധിപതി നിൽക്കുന്നത്. അത് ശുക്രനോട് യോഗം ചെയ്തിട്ടാണ്. 18-ാം തീയതി വരെ ശുക്രൻ 5ാം ഭാവത്തിൽ നിൽക്കുന്നുണ്ട്. 18-ാം തീയതി കഴിഞ്ഞാൽ സ്വക്ഷേത്രത്തിലേക്ക് വരും, 6ാം ഭാവത്തിലേക്ക് ശുക്രൻ വരും. എങ്കിലും വ്യാഴവും ശുക്രനും ഒരുമിച്ച് നിൽക്കുന്നു എന്ന് പറയുന്നൊരു ഗുണമുണ്ട്. കാരണം ചന്ദ്രലഗ്നാധിപതിയായിരിക്കുന്ന വ്യാഴം ശുക്രനോട് യോഗം ചെയ്തും ഭാഗ്യാധിപതിയായിരിക്കുന്ന സൂര്യനോട് യോഗം ചെയ്തും വരുമ്പോൾ ലഗ്നാധിപതിക്ക് ഭാഗ്യാനുഭവങ്ങൾക്ക് യോഗമുണ്ട്. ഗുരുശുക്ര യോഗം വരുന്നത് കാരണം കൊണ്ട് ദിവ്യതാരവും മഹാനി ദാമ്പത്യസുഖം അനുഭവിക്കാനും ധനാഭിവൃദ്ധി ഉണ്ടാകാനും യോഗമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മാസം ഒരു 15-ാം തീയതിക്ക് ശേഷം നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാൻ മൂലനക്ഷത്രക്കാർക്ക് യോഗമുണ്ട്. സഹായസ്ഥാനത്ത് ശനി ഇഷ്ടസ്ഥാനത്താണ് നിൽക്കുന്നത്. നല്ല സഹായങ്ങളൊക്കെ കിട്ടാനായിട്ട് യോഗമുണ്ട്. എന്നാൽ 4ാം ഭാവത്തിൽ രാഹുവും ചൊവ്വയും നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ വീട് വിട്ട് നിൽക്കുമ്പോഴാണ് ഈ പറയുന്ന രീതിയിലുള്ള ഗുണഫലങ്ങൾ അനുഭവിക്കാനുള്ള യോഗം. വീട്ടിൽ നിൽക്കുന്ന സമയത്ത് ദേഷ്യം, എടുത്തുചാട്ടം പോലെയുള്ള കാര്യങ്ങളും വീട് വിട്ട് നിൽക്കാൻ വരുന്ന യോഗവും, അതുപോലെ തന്നെ ഭൂമി സംബന്ധമായിട്ട് അതിർത്തി വഴി ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൊണ്ടുള്ള ശത്രുദോഷം പോലെയുള്ള കാര്യങ്ങൾ, മാനസികമായിട്ടുള്ള ടെൻഷൻ, ഇങ്ങനെയുള്ള വിഷയങ്ങൾക്കും തൊഴിലിൽ ഇടയ്ക്കിടയ്ക്ക് മുടക്കങ്ങൾ സംഭവിക്കാനുള്ളൊരു യോഗവും സാധ്യതയൊക്കെയാണ് കാണുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള വിഷയങ്ങൾ. എന്നാൽ വീട്ടിൽ നിന്ന് അന്യദേശത്ത് ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്നവരെ സംബന്ധിച്ച് പ്രശ്നമല്ല. അവരെ സംബന്ധിച്ച് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമാണ്. പിന്നെ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം 6ാം ഭാവത്തിൽ നിൽക്കുന്നു എന്ന് പറയുന്നൊരവസ്ഥയുള്ളത് കാരണം കൊണ്ട് തന്നെ ശത്രുദോഷം പോലെയുള്ള കാര്യങ്ങൾ വലിയ കാര്യമായിട്ട് ബാധിക്കില്ല. എങ്കിൽ പോലും ശുക്രൻ അവിടെ നിൽക്കുമ്പോൾ 6ാം ഭാവത്തിൽ ശത്രുസ്ഥാനത്താണ് ശുക്രൻ നിൽക്കുന്നത്. അപ്പോൾ ശത്രുസ്ഥാനാധിപതി ബലവാനായും ചന്ദ്രലഗ്നാധിപതി ബലഹീനനായി നിൽക്കുന്നു എന്ന് പറയുന്നൊരവസ്ഥയുള്ള കാരണം പല രീതിയിലുള്ള തടസ്സങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ്. അതിലൊന്ന് തൊഴിലിൽ ഇടയ്ക്കിടയ്ക്ക് മുടക്കങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നൊരു യോഗമാണ്. മാത്രമല്ല ഭാഗ്യാധിപതി ശത്രുസ്ഥാനത്ത് നിൽക്കുന്നേരം ഭാഗ്യക്കുറവ് പോലെയുള്ള കാര്യങ്ങൾ അനുഭവിക്കുക. പിതൃസ്ഥാനീയരായിരിക്കുന്ന വ്യക്തികൾക്ക് രോഗാവസ്ഥ ഉണ്ടാകുകയോ അതല്ലെങ്കിൽ അവരുടെയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവരുടെ രോഗാവസ്ഥ കൊണ്ടൊക്കെ മാനസികമായിട്ട് കുറച്ച് വിഷമം അനുഭവിക്കുക. ഇങ്ങനെയുള്ള കുറച്ച് പ്രതിസന്ധികൾക്ക് യോഗമുണ്ടെങ്കിലും പ്രായേണ കർമ്മസംബന്ധമായിട്ട് അനുകൂലമാണ്. ദാമ്പത്യ സംബന്ധമായിട്ട് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമുണ്ട്. പുതിയ പ്രേമബന്ധങ്ങളിൽ ഏർപ്പെടാനുള്ള യോഗമുണ്ട്. പ്രേമിച്ച് വിവാഹം നടത്താനായിട്ട് യോഗമുള്ള സമയമാണ്. അപ്പം മംഗളകർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കാനും കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാനും യോഗമുള്ള സമയമാണ്. അതുകൊണ്ടൊക്കെ മാനസികമായിട്ടുള്ള അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ടുള്ള യോഗവും മാനസികമായിട്ടുള്ള സന്തോഷവും ബന്ധുസമാഗമം പോലെയുള്ള കാര്യങ്ങൾക്കും യോഗമുണ്ട്. എന്നാൽ 4ാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുന്നത് കാരണം കൊണ്ട് വീട്ടിൽ നിൽക്കുന്ന സമയത്തുള്ള ടെൻഷൻ പ്രശ്നങ്ങൾ, കലഹ സ്വഭാവം, എടുത്തുചാട്ടം, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കുറച്ച് ദോഷമാണ്. അതുകൊണ്ട് തന്നെ ദേവീക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്ത് മേൽപ്പറയപ്പെട്ട ദുരിതം വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. നാഗപൂജ, അതുപോലെ തന്നെ കേതുപൂജ മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നന്നായിട്ട് പ്രാർത്ഥിച്ചാൽ ഈ മാസത്തിൽ വളരെ നല്ല അനുകൂല ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.